ഒരു പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ഇത് ഇട്ട് കൊടുത്തിങ്ങാണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 2 ജീരകവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പൊടിച്ചതും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പപ്സിൻ്റെ ഷീറ്റ് എടുക്കാം. ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ ഷീറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ഓരോ ഷീറ്റിലേക്കും നമുക്ക് കുറേശ്ശെ മസാല ചേർത്ത് കൊടുക്കാം. മസാല അധികം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ചേർക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ട 2ആക്കി മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നേരെ ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട ഇതുപോലെ അടിച്ചത് തേച്ച് കൊടുക്കാം. ഇനി ഇത് 185 ഡിഗ്രിയിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അവിടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.